ഹായ് ഫ്രണ്ട്സ്, എൻ്റെ കുടുംബത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻകറിയാണ്. ആദ്യം നമ്മൾ ചട്ടി അടുപ്പ് വെച്ചു, അത് കഴിഞ്ഞ് എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് അതിനകത്തോട്ട് ആദ്യം ഉലുവ ഇടുക. അതിനകത്തോട്ട് കടുകിടുക. അടുത്തത് നമ്മുടെ ചെറിയ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലോട്ട് നമ്മുടെ ചെറിയ ഉള്ളി ഇട്ടു. അതിലോട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഞാനിവിടെ വെക്കുന്നത് ഇത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ വഴന്ന് കഴിയുമ്പോൾ ഇത് കോരി മാറ്റി വെക്കും. എന്നിട്ട് നമ്മൾ പിന്നെ പൊടിയിട്ട് ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ പൊടി മിക്സ് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ മീനും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് മീനും കൂടി ഇട്ട് വെച്ച് കഴിയും. പിന്നെ ലാസ്റ്റ് മീൻകറി വെന്ത് കഴിയുമ്പോൾ പിന്നെ ഈ മാറ്റി വെച്ചിരിക്കുന്ന ഹാഫ് എടുത്ത് പിന്നെ അതിനകത്ത് ആഡ് ചെയ്യത്തുള്ളൂ. ഇതിനകത്ത് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി വഴന്നു വന്നു. അത് നമ്മൾ അതിനെ കോരി മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇനി മഞ്ഞപ്പൊടി, മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി. ഇതിൻ്റെ പച്ചമുളക് വന്നുള്ളൂ ചെറുതായിട്ട് ഇളക്കുക. കുറച്ച് ഉപ്പ് അത് കഴിഞ്ഞ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് മൂത്തു, ഇതിന് പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് പൊടി നമുക്ക് മിക്സ് ചെയ്യാം.
മിക്സ് ചെയ്തതിനകത്തോട്ട് നമ്മൾ മുമ്പേ എടുത്തു വെച്ച കടുകും ഉലുവായും കറിവേപ്പിലയൊക്കെ അതിൻ്റെ ഹാഫ് നമ്മൾ ഇതിനകത്തോട്ട് ഇപ്പോൾ ആഡ് ചെയ്തു. കുറച്ച് അതിൻ്റെ പകുതി എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മളിനി നന്നായിട്ട് ഇത് തിളയ്ക്കണം. ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് മീനിട്ട് നമ്മൾ പിന്നെ അടച്ച് മൂടി ഈ വെള്ളത്തിനകത്തോട്ട് നമ്മളിനി പുളിയും കൂടെ ചേർക്കണം. പുളിയും കൂടെ ചേർത്തിട്ട് വേണം തിളയ്ക്കാൻ വെക്കാനായിട്ട്. ഇവിടെ കുറച്ച് മീനേ ഉള്ളതുകൊണ്ട് ചെറിയ കഷ്ണം പുളിയെ ചേർത്തിട്ടുള്ളൂ. നമുക്കിത് തിളയ്ക്കാനായിട്ട് വെക്കാം. നമ്മൾ കറി വെക്കാൻ എടുത്തേക്കുന്ന മീന് വറ്റയാണ്. ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ ഗ്രേവി തിളച്ചിട്ടുണ്ട്. നമ്മളിനി അതിനകത്തോട്ട് മീൻ കഷ്ണം ഇട്ട് കൊടുക്കുവാണ്. ഇത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു മീൻകറിയാണ്. അല്ലെങ്കിൽ നമ്മൾ പല രീതിയിൽ മീൻകറി വെക്കാം. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത്. നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് നോക്കിയിട്ട് മൂടി തുറന്നൊന്ന് നോക്കിയിട്ട് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക. ചാറിന് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക. പുളി കൂടുതലാണെങ്കിൽ പുളി എടുത്ത് മാറ്റുക. നമുക്കത് അടച്ച് വെച്ചിനി വേവിക്കാൻ വെക്കാം. ഓക്കെ, ഇനി നമുക്കിനി മീൻകറി വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മീൻകറി ഇത് റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റി വെച്ച് നമ്മൾ ഇതിനകത്തോട്ട് ഇടുവാണ്. ഇതിലൂടെ മൂടി വെക്കുക. അതിങ്ങനെ നമുക്ക് എപ്പോഴാണോ കഴിക്കാൻ എടുക്കുന്ന അന്നേരം നമ്മൾ എടുത്താൽ മതി. അതുവരെ ഇങ്ങനെ മൂടി വെക്കുക. അപ്പോൾ അതിൻ്റെ ആ സത്തെല്ലാം അതിൻ്റെ മുളകും എല്ലാം മീനെ പിടിച്ച് പുളിയും ഉപ്പും എല്ലാം പിടിച്ച് അപ്പോഴത്തേക്കും നമുക്ക് റെഡിയാവും. അത് സിമ്പിളായിട്ടുള്ളൊരു മീൻകറി.